ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളൊന്ന് പുതിയൊരു എക്സസൈസ് ചെയ്യാണ് ഇന്ന് ചെയ്യുന്നത്. ഒരു 65-70 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് നിന്ന് എക്സസൈസുകൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ എന്തെങ്കിലും കാരണത്താൽ പ്രായാധിക്യം കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കാരണമൊക്കെ ആയിട്ട് നിന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്നും യോഗ ചെയ്യാം അത്യാവശ്യം. കാരണം എന്ന് വെച്ചാൽ ഈ ശരീരത്തിന്റെ കാലിന് കൈക്കും ഒക്കെ നല്ലൊരു എക്സസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നു കൊണ്ടും ചെയ്യാം. പക്ഷെ നമ്മൾ നിന്നാണ് എക്സസൈസ് ചെയ്യേണ്ടത്. പിന്നെ നിന്നും കിടന്നിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കസേരയിൽ ഇരുന്ന് കൊണ്ടിട്ടും കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യാം. ഒരു ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകൾ ഇപ്പം നിലവിൽ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പ്രായമാകുമ്പോൾ BP, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ മറ്റ് അസുഖങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, അപ്പൊ നേരത്തെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല BP, ഷുഗർ, കൊളസ്ട്രോൾ മറ്റ് അനുബന്ധ രോഗങ്ങളൊന്നും നേരത്തെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പം ഈ 60-70 വയസ്സ് കഴിഞ്ഞിട്ടും ഇത് തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എത്ര അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്, അത് കുറെ ആളുകളുണ്ട്. പിന്നെ ഇപ്പൊ ആരോടെങ്കിലും നമ്മൾ ചോദിക്കും, ചിലപ്പം ഫാമിലി എന്തെങ്കിലും ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ, മുമ്പേ ഉണ്ടായിരുന്നില്ല, അച്ഛനും അമ്മയ്ക്കും മുമ്പേ ഉണ്ടായിരുന്നില്ല, കുറച്ച് പ്രായമായതിന്റെ ശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പറയും. അപ്പൊ ആ പ്രായമായതിന്റെ ശേഷം ഉണ്ടായെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നേരത്തെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ എക്സസൈസുകളൊക്കെ ചെയ്ത ഒരാളായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ച് വൈകിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കുന്നത്, അവരുടെ നേരത്തെ അശ്രദ്ധമായി പോകുന്നത് കൊണ്ടായിരിക്കും കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഊഹം തന്നെയാണ് അത്, അല്ലാണ്ട് ഒരു ഞാനങ്ങനെ തീർത്ത് പറയല്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു കുറച്ച് നോർമലായിട്ട് എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വരാതിരിക്കാം. അതുകൊണ്ട് പിന്നെ അപ്പം ഫാമിലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയേണ്ടത് നമ്മളെ ഈ ഒരു അശ്രദ്ധ കൊണ്ടാണെങ്കിലോ, അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് എക്സസൈസുകളൊക്കെ ചെയ്യാം, ഇരുന്ന് കൊണ്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം ഇരുന്നിട്ട് തല നേരെ ഇങ്ങനെ വെച്ചിട്ട്, ഈ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളുണ്ട്, ബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകൾ കൂടുതൽ ചെയ്യാൻ നിൽക്കരുത്. എല്ലാം നോർമലിൽ ചെയ്താൽ മതി. നമ്മൾ കിടന്നിട്ട് ചെയ്ത് എണീക്കുന്ന സമയത്ത് തിരിഞ്ഞു മറിഞ്ഞ് അങ്ങോട്ട് കിടക്കുന്ന സമയത്ത്, നമ്മൾ നിന്ന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങ് പെട്ടെന്ന് എണീക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാലൻസിന്റെ പ്രശ്നം കാരണം ചിലപ്പോൾ പെട്ടെന്ന് വീണു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളെ പ്രത്യേകിച്ച് ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാമല്ലോ. 4, 5, 6, 7, 8, 9, 10. നമ്മൾ ഇരിക്കുന്ന സമയത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ എന്താ പറയാ, ഈ ബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകൾക്കും ഈ കഴുത്തിന്റെ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു 45 ഡിഗ്രിയിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതുപോലെ വലതുഭാഗത്തേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ മുന്നോട്ടും പുറകോട്ടും 1, 2, 3, 4, 5, 6, 7, 8, 9,
10. നേരെ നിൽക്കുക. എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അർദ്ധവൃത്താകൃതിയിൽ. 1 2 3 4 5 6 7 8 9 10. റൊട്ടേറ്റ് ചെയ്യുക ഫുള്ള്. 1 2 3 4 5. തിരിച്ചിട്ടു. 1 2 3 4 5. ഇവിടെ നിൽക്കാം. ഇനി ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ലേ, അത് നന്നായിട്ട് ഷോൾഡറിൽ ഒരു എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ബാക്കിൽ തൊടാൻ പറ്റുമോ നോക്കുക. 1 2 3 4 5 6 7 8 9 10. നേരെ തിരിച്ചു. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് തിരിച്ച് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2
3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാണിച്ചിട്ട് ഇതങ്ങനെ സ്ട്രൈറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നേരെ തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കയ്യാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7,
8, 9, 10. കസേര നേരം ചരിഞ്ഞൊന്നും വീഴരുത്, ശ്രദ്ധിച്ച് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നേരം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. One, two, three, four, 5, 6, 7, 8, 9, 10. ഹിപ്പ് ബാക്കോട്ട് ഉന്തി വെച്ചിട്ട് വയറ് പുറത്തോട്ടാക്കിയിട്ട് ജസ്റ്റ് ബാക്കോട്ട് അങ്ങനെ നിൽക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ ഹിപ്പ് ബാക്കോട്ട് പുറത്തോട്ട് തള്ളി വെച്ചിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ലേശം റെസ്റ്റ് എടുത്തോ, ആവശ്യമില്ല ആളുകൾ. എന്നിട്ട് കാലുമുട്ട് മടക്കി വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് വയറിനോട് നന്നായിട്ട് ഇങ്ങനെ ജാമായിട്ട് നിൽക്കണേ. ഇനി അടുത്തേക്കാല് വയറിനോട് നന്നായിട്ട് ജാമാക്കി നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി കാലിങ്ങനെ വെച്ചിട്ട് ഈ വലത്തെ കാലിന്റെ മുട്ടിന് ഇടത്തെ കൈ കൊണ്ട് ചുറ്റിയിട്ട് കൈ ഇപ്പുറട്ടിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇടത്തെ കാല് വലത്തെ കൈ വയറിനോട് നല്ലോണം പ്രസ് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് ഈ കൈ ഇവിടെ കസേരന്റെ ഇപ്പുറം ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10,
9, 8, 7, 6, 5, 4, 3, 2, 1. 1, 2. വയറ് നല്ലോണം ഒന്ന് പ്രസ് ആവണേ. ഇങ്ങനെ ഈ ഇത് ഇവിടെ ഈ ഭാഗമായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഒരു 10-70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നിന്ന് എക്സസൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയറിൽ ഇരുന്നുകൊണ്ട് ചെറിയ എക്സസൈസുകൾ ചെയ്യാണല്ലേ. ഇനി കാല് പുറത്തോട്ട് നീട്ടിട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചരിഞ്ഞ് കിടന്നിട്ട് ഒരു സ്ട്രെച്ചിങ് പോലെ കാല് വലിച്ച് മുന്നോട്ട് പിടിക്കുക, കൈ ബാക്കിലോട്ട് പിടിക്കുക, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കസേരയിൽ ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കാലിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ വലിച്ച് പിടിച്ച് നിൽക്കണം. 2 കാലും ഇങ്ങനെ വലിച്ച് പിടിച്ച്. അങ്ങനെ ഈ 10-70 വയസ്സുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും വയ്യായികയൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ കസേരയിൽ ഇരുന്നു കൊണ്ട് എക്സസൈസ് ചെയ്യാം. ദിവസവും ഇങ്ങനെ ചെയ്താൽ നല്ല ആരോഗ്യം ആയിരിക്കും. ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണം നിയന്ത്രിച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഒരുപാട് എടുത്ത് കഴിക്കാതെ എല്ലാവരും നോർമലി എല്ലാ ഭക്ഷണവും നമുക്ക് ആവശ്യമാണ്. എല്ലാ ഭക്ഷണത്തിനും നമുക്ക് ഇഷ്ടമുണ്ട്, എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിന്റെ അളവൊക്കെ കുറയ്ക്കുക. അതാ ചെയ്യേണ്ടത്. മറ്റെല്ലാ ഭക്ഷണവും നമുക്ക് വായിക്ക് ടേസ്റ്റുള്ള എല്ലാ ഭക്ഷണവും നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു അളവിനൊരു നിയന്ത്രണം വരുത്തുക. അത്രേ ചെയ്യണ്ടൂ. ഓക്കെ, എല്ലാവരും ചെയ്യുക. എന്നോടൊപ്പം എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് ചെയ്യുക. ഇതൊക്കെ ഓപ്പൺ ആക്കി അവിടെ വെക്കുക. മറ്റേ ഓപ്പൺ ആക്കി വെച്ചില്ലെങ്കിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ചെയ്ത് കുറേ ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് വേറെ ഒന്ന് കിട്ടുക. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും ജനലിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്നത് കുറേ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കുറേ റെസ്റ്റ് എടുത്തിട്ട് അന്ന് മറ്റൊന്ന് ചെയ്യുന്നതിൽ ഒരു കാര്യമല്ല. ചെയ്യുമ്പം 20 മിനിറ്റ് ആണ്, അത് 20 മിനിറ്റ് അടുപ്പിച്ച് ചെയ്യുക. അതിനിടയ്ക്ക് ചെറിയ ചെറിയ റെസ്റ്റുകളൊക്കെ എടുക്കാനേ പറ്റൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം.